blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. പലർ ചേർന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ആദ്യമേ തന്നെ പ്രാർത്ഥിക്കാം. കർത്താവെ, തൃശ്ശൂരിൽ നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ്റെ വിവാഹം നടക്കുവാനും നല്ല ഒരു ജോലി, ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ നല്ലൊരു ജോലി ലഭിക്കാനുമായി പ്രാർത്ഥിക്കുന്നു. ഭർത്താവ് യേശു കർത്താവിൻ്റെ രക്ഷ അനുഭവിച്ചറിയുവാൻ വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. 3 മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും കർത്താവിൻ്റെ സകല അനുഗ്രഹങ്ങളും ലഭിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് ഈ വെൽവിഷർക്കും തൻ്റെ ഭാര്യയ്ക്കും ആരോഗ്യവും സകല നന്മകളാലുള്ള നിറവും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള രമയ്ക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. 5 ലക്ഷം രൂപ തിരികെ ലഭിക്കേണ്ടതിന് കർത്താവിൻ്റെ കരം പ്രവർത്തിക്കണമേ. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. MBBS ഏറ്റവും നന്നായി കംപ്ലീറ്റ് ചെയ്യുവാനും 3 മക്കളുടെയും നല്ല ഒരു ഭാവിക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്നുള്ള കെവിൻ ബിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കെവിൻ്റെ വിദ്യാഭ്യാസത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാവിധ അലർജികളിൽ നിന്നും പരിപൂർണ സൗഖ്യം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തലയുടെ പിന്നിലുള്ള ആ വേദന യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണമായും സൗഖ്യമാകട്ടെ. ഈ മുഴു കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയും. ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള ഫിലോമിന കുഞ്ഞുകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൾ രശ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓഗസ്റ്റ് 31 തൻ്റെ വെഡ്ഡിങ് നടക്കുന്നല്ലോ. സകല അനുഗ്രഹങ്ങളും ആ വിവാഹത്തിൻ്റെ മേൽ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകൻ ജുവാനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൻ്റെ കിഡ്നി പ്രോബ്ലം പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ഈ കുടുംബങ്ങളെല്ലാം കർത്താവെ അങ്ങ് അനുഗ്രഹിച്ച് അങ്ങയുടെ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുന്നതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you sponsors for sponsoring today's episode. Ministry, so many youngsters, they come to me and they cry, they broke into tears, and they complain about broken relationships with boyfriends and girlfriends. എൻ്റെ ശുശ്രൂഷയിൽ ഒത്തിരി ചെറുപ്പക്കാർ എൻ്റെ മുൻപിൽ വന്ന് കരഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ജീവിതത്തിൽ നോക്കിക്കഴിയുമ്പോൾ അവർക്ക് തകർക്കപ്പെട്ട അവരുടെ ആൺകുട്ടികളും പെൺകുട്ടികളുമായ സൗഹൃദങ്ങൾ തകർന്നതിനെ കുറിച്ചുള്ള സങ്കടങ്ങൾ കൊണ്ടാണ് അവർ കരയുന്നത്. I ask them this question. ഞാൻ അവരോട് ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. Did you ask Jesus when you start this relationship? ഞാൻ അവരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങൾ ഈ ബന്ധം തുടങ്ങിയപ്പോൾ യേശുവിൻ്റെ സമ്മതം ചോദിച്ചിട്ടാണോ തുടങ്ങിയത്? All of them say no. അവരെല്ലാവരും പറയാറുണ്ട് ഇല്ല. Now they are in bitterness. They are crying, they feel cheated, they are undergoing the consequences. ഇപ്പോൾ അവർ കയ്പിലാവുകയാണ്, കയ്പ് നിറഞ്ഞവരായി മാറുകയാണ്. ഇന്ന് അവർ ചതിക്കപ്പെട്ടതായി അവർക്ക് തോന്നുകയാണ്. ഞാൻ ഈ വായിച്ച പരിണിത ഫലങ്ങളിലേക്ക് അവർ കടന്നു പോവുകയാണ്. It is so painful when we live out of the will of God. ദൈവത്തിൻ്റെ ഹിതത്തിന് അപ്പുറം ജീവിക്കുമ്പോൾ ഞാൻ പറയട്ടെ ദൈവമക്കളെ, അത് വളരെ വേദനാജനകമായ ജീവിതമായിരിക്കും. As a
brother of yours in Christ, I have to give you a very, very important advice today. ഇന്ന് നിങ്ങളുടെ ഒരു എളിയ സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം നൽകുകയാണ്. Before I give you this advice, just check your ears whether they are working. ഞാൻ ഈ ഉപദേശം നിങ്ങൾക്ക് തരുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചത് കേൾക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ചെവി വർക്ക് ചെയ്യുന്നുണ്ടോന്നൊന്ന് തട്ടി നോക്കിക്കേ. ഒന്ന് തട്ടി നോക്കിക്കേ. കേൾക്കണ്ടോ? Working? How many of you say it is working? എത്ര പേരുടെ ചെവി നന്നായി കേൾക്കുന്നുണ്ട്? ആ കൈകളൊന്ന് കാണട്ടെ. Now listen to me. ദയവായി എന്നെ ശ്രദ്ധിച്ചാലോ. Before you start anything in your life, consult with Jesus. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തുടങ്ങുന്നതിന് മുൻപ് യേശുവിനോട് കൺസൾട്ട് ചെയ്യുക, യേശുവിനോട് ചോദിക്കുക. Before you start a course, ഒരു പഠനം കോഴ്സ് ഒരു പഠനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ, before you start a business, ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ്, before you start a partnership thing, ഏതെങ്കിലും ഒരു പങ്കാളിത്തം ഉള്ള ഒരു ജോലിയോ ഒരു before you ബിസിനസ്സോ, start your marriage, നിങ്ങളുടെ വിവാഹം തുടങ്ങുന്നതിന് മുൻപ്, before you start building your house, നിങ്ങളുടെ വീട് പണി നടക്കുന്നതിന് മുൻപ്, before you start your ministry, നിങ്ങളുടെ ശുശ്രൂഷ തുടങ്ങുന്നതിന് the മുൻപ്, Bible begins like this: in the beginning God. ബൈബിൾ ഇങ്ങനെയാണ് തുടങ്ങുന്ന പോലെ, ആദിയിൽ ദൈവം. Meaning, അതിന്റെ അർത്ഥം in the beginning there should be God placed. ഓർക്കുക, നമ്മുടെ ജീവിതത്തിലെ ഏതൊരു പ്രധാനപ്പെട്ട കാര്യവും തുടങ്ങുന്നതിന് മുൻപ് നിന്റെ ദൈവം അവിടെ ആദ്യം ഉണ്ടായിരിക്കണം. In the beginning God. ആദിയിൽ ദൈവം തമ്പുരാൻ. Not my wish and my will, എന്റെ ഇഷ്ടമോ എന്റെ ആഗ്രഹത്തിലോ അല്ല, but His will and His wish. അവന്റെ ആഗ്രഹത്തിലും അവന്റെ പദ്ധതിയിലും തുടങ്ങണം. That's what Jesus showed us. അതാണ് ദൈവം നമ്മെ, യേശു കർത്താവ് നമ്മെ കാണിച്ചു തന്നതുപോലെ. All throughout His life, Jesus had only one agenda: to please His Father, to finish the desires and wish of His Father, the will of His Father. യേശു കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് താൻ ചെയ്തുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളുടെ പുറകിലും ഒരൊറ്റ അജണ്ട, ഒരൊറ്റ കാര്യക്രമം മാത്രമേ യേശുവിനുണ്ടായിരുന്നുള്ളൂ. ഏത് വിധേനയും എന്നിലൂടെ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ എന്റെ പിതാവ് ഉയർത്തപ്പെടണം, അവന്റെ നാമം ഉയർത്തുക എന്ന ലക്ഷ്യത്തിന് മാത്രമാണ് യേശു നിന്നത്. Shall we follow that example? ആ ഒരു ഉദാഹരണത്തെ നമുക്കും പിൻഗമിക്കാൻ സാധിക്കില്ലേ? എത്ര പേര് ആമേൻ പറയാം? I want to give you a negative example. ഞാൻ നിങ്ങൾക്ക് ഒരു ശരിയല്ലാത്ത, ഒരു തെറ്റായ, നല്ല രീതിയിൽ പ്രവർത്തിക്കാത്ത ഒരു ഉദാഹരണം കൂടെ തരാൻ പോകുകയാണ്. This is also from the Bible. ഇതും ബൈബിളിൽ നിന്നുള്ളത് തന്നെയാണ്. From the Old Testament. അത് പക്ഷെ പഴയ നിയമത്തിൽ നിന്നാണ്. How many of you know the name of the first king of Israel? ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവിന്റെ പേര് അറിയാവുന്ന എത്ര പേരുണ്ട്? ബൈബിൾ ആൻഡ് യു എത്ര പേരുണ്ട്? കൈ ഉയർത്തിയാലും. Option A, Isaiah. Option B, Jeremiah. Option C, David. Option C, Saul. ഞാൻ ഒന്നുകൂടെ പറയാം. ഓരോ ബൈബിൾ ആൻഡ് യു ആദ്യത്തെ ഇസ്രായേലിലെ രാജാവിന്റെ പേര് പറയുക. ഓപ്ഷൻ എ ഏലിയാവ്, ഓപ്ഷൻ ബി ഇരമ്യാവ്, ഓപ്ഷൻ സി ദാവീദ്, ഓപ്ഷൻ ഡി ശൗൽ. ആരാണ്? Who is the first king of Israel? ആരായിരുന്നു? Saul. ശൗൽ. The Bible says he was so handsome. ബൈബിൾ പറയുന്നു അദ്ദേഹം വളരെ സുമുഖനായിരുന്നു. And he was taller than all the citizens in the nation. അന്ന് ആ രാജ്യത്തിലുണ്ടായിരുന്ന എല്ലാവരെക്കാളും പൊക്കം അല്പം കൂടെ കൂടുതലുള്ള വ്യക്തിയായിരുന്നു. His stature was so attractive. അവന്റെ ആകാര ഭംഗി തന്നെ വളരെ വളരെ ആകർഷണീയമായിരുന്നു. But you know what happened in his life? എന്നാൽ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചെന്നറിയാമോ? God gave him kingship of Israel. ദൈവം അവന് ഇസ്രായേലിന്റെ രാജത്വത്തെ കൊടുത്തു. God anointed him. ദൈവം അവനെ അഭിഷേകം ചെയ്തു. God exalted him. ദൈവം അവനെ ഉയർത്തി. But he disobeyed God many times in his life. എന്നാൽ തന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തെ പലവട്ടവും അവൻ അനുസരിക്കാതെയിരുന്നു.
I don't want to explain all such situations. ഈ കാര്യങ്ങളെല്ലാം തന്നെ വിവരിച്ച് ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നില്ല. But he disobeyed God's commands. പക്ഷേ ചുരുക്കത്തിൽ ദൈവത്തിന്റെ കൽപ്പനകളെ ശൗൽ എന്ന് പറയുന്ന രാജാവ് തിരസ്കരിച്ചു. And prophet Samuel came. ആ സമയത്ത് പ്രവാചകനായ ശമൂവേൽ വന്നു. To speak to him. അദ്ദേഹത്തോട് സംസാരിച്ചു. Let us go to 1 Samuel. ഈ സമയത്ത് പഴയ നിയമത്തിൽ 1 ശമൂവേൽ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലേക്ക് വന്നാലും And go to chapter number 15. ആ പുസ്തകത്തിൽ തന്നെ 15-ാമത്തെ അധ്യായത്തിലേക്ക് വന്നാലും And let us read verse number 22. ഇനി 15-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വേദഭാഗങ്ങൾ. After he had disobeyed God many times, this is what prophet told him under the anointing of the Holy Spirit. ഇവിടെ 22-ാമത്തെ വചനത്തിൽ ശൗൽ എന്ന് പറയുന്ന രാജാവ് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുൻപിൽ ദൈവിക അഭിഷക്തനായ പ്രവാചകനായ ശമൂവേൽ വന്നു പറഞ്ഞ വാക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. And when we read this verse, ഈ വചനങ്ങൾ നാം വായിക്കുമ്പോൾ I know the Holy Spirit is speaking also to us. ഈ വചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോടും സംസാരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. How many of you are receptive? നിങ്ങൾ എത്ര പേർ എന്നോട് സംസാരിക്കണമേ എന്നുള്ള സ്വീകരിക്കുന്ന ആളുകളായിട്ട് ഇവിടെയുണ്ട്? Hallelujah. അവരുടെ ഒരു ഹല്ലേലൂയ കേൾക്കട്ടെ. Here we go. Verse number 22. But Samuel replied, does the Lord delight in burnt offerings and sacrifices as much as in obeying the Lord? 22-ാമത്തെ വചനത്തിൽ എന്നാൽ ശമൂവേൽ അതിന് മറുപടി പറഞ്ഞു, തന്റെ കൽപ്പന കേട്ടനുസരിക്കുന്നത് പോലെയുള്ള പ്രസാദം യഹോവയ്ക്ക് ഹോമയാഗങ്ങളിലും ബലികളിലും ഉണ്ടാകുമോ? To obey, you can underline this verse, to obey is better than sacrifice, and to heed is better than the fat of rams. നോക്കുക, അനുസരിക്കുന്നത്. അടുത്ത ഭാഗം കയ്യിൽ ബൈബിൾ ഉള്ളവരെല്ലാവരും തന്നെ അടിവരയിടണം. അവിടെ എഴുതിയിരിക്കുന്നത് അനുസരിക്കുന്നത് ബലിയേക്കാൾ ശ്രേഷ്ഠം, കൽപ്പന ചെവിക്കൊള്ളുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ശ്രേഷ്ഠം. Read it again. അനുസരിക്കുന്നത് ബലിയേക്കാൾ ശ്രേഷ്ഠം. ബലികൾ അർപ്പിക്കുന്നതിനേക്കാൾ, ആരാധനകൾ കഴിക്കുന്നതിനേക്കാൾ, ഹോമയാഗങ്ങൾ അർപ്പിക്കുന്നതിനേക്കാൾ വലിയത്. റൈറ്റ്. കൽപ്പന ചെവിക്കൊള്ളുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ശ്രേഷ്ഠം. മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ശ്രേഷ്ഠം. What happened here was he was getting ready to offer a great sacrifice to the Lord. ഇതിന്റെ പശ്ചാത്തലം എന്നുള്ളത് ശൗൽ ഇപ്പോൾ ദൈവത്തിന് ഹോമയാഗങ്ങൾ ബലി അർപ്പിക്കാൻ വേണ്ടി ശൗൽ രാജാവ് നിൽക്കുന്ന സമയമാണ്. The sacrifice is ready. ഇവിടെ ശൗൽ അർപ്പിക്കുന്ന യാഗങ്ങൾ, അന്നത്തെ കാലത്തെ യാഗങ്ങളെല്ലാം ഇപ്പോൾ തയ്യാറായി മുൻപിൽ ഇരിക്കുകയാണ്. But prior to that, God had commanded him to wipe off all the Amalekites from the face of the earth. ഈ സമയത്ത് അതിനിടയിൽ ദൈവം പറയുകയാണ്, എല്ലാ അമാലേക്കരെയും നിന്റെ മുൻപിൽ നിന്ന് ഛേദിച്ചു കളയണം എന്ന് നേരത്തെ ദൈവം പറഞ്ഞിരുന്നു. എന്നാൽ ആ കാര്യത്തിൽ, അമാലേക്കരെ ഛേദിച്ചു കളയണം എന്ന് പറഞ്ഞ കാര്യത്തിൽ ശൗൽ കൽപ്പന അനുസരിച്ചില്ല. He disobeyed God's command and now he is going to offer a great sacrifice to the Lord. ഇപ്പോൾ ദൈവിക കൽപ്പനയുടെ കാര്യത്തിൽ, ദൈവം പറഞ്ഞ കാര്യത്തിൽ ഒരു അനുസരണക്കേട് കാട്ടിയ ശൗൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി കാളക്കുട്ടികളുടേതായ ഒരു ബലി ഇപ്പോൾ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. Now the prophet Samuel is coming. ഇപ്പോൾ പ്രവാചകൻ ശമൂവേൽ മുൻപിൽ വരികയാണ്. He says to obey. King Saul, listen to me. To obey is better than this sacrifice. എന്നിട്ട് ശമൂവേൽ വന്നിട്ട് ശൗലിനോട് പറയുകയാണ്, ശൗൽ രാജാവേ, നീ യാഗം അർപ്പിക്കാൻ പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ നീ അർപ്പിക്കുന്ന യാഗത്തെക്കാൾ നല്ലത് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതാണ്. And to heed is better than the fat of rams. കൽപ്പന ചെവിക്കൊള്ളുന്നത് മുട്ടാടുകളുടെ നല്ല തടിച്ചു കൊഴുത്ത മുട്ടാടിന്റെ മേധസ്സിനേക്കാൾ നല്ലത് അവന്റെ കൽപ്പന കേൾക്കുന്നതാണ്. In other words,
if we are walking in disobedience and then we are worshipping, that worship is not acceptable to the Lord. അതിന്റെ അർത്ഥം ഇതാണ്, ദൈവിക കൽപ്പനയുടെ കാര്യത്തിൽ അനുസരണക്കേടിൽ ജീവിക്കുകയാണ് നാമെങ്കിൽ, പിന്നെ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയും കൂടിയാണെങ്കിൽ നിന്റെ ആരാധന ദൈവത്തിന് പ്രസാദമില്ല. അതിനേക്കാൾ വലിയത് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ്. Hallelujah. Hallelujah. This is because God considers our obedience to his commands as an expression of love for him. അതിന്റെ അർത്ഥം ഇതാണ്, ദൈവത്തോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതായിരിക്കണം നമ്മുടെ ആരാധന. അത് ദൈവിക കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെ ആയിരിക്കണം. ഈ അടുത്തിരിക്കുന്ന സഹോദരന്റെ പേര് ജോർജ് എന്നാണ്. തൻ്റെ അടുത്തുള്ളത് തൻ്റെ ഭാര്യ ഷിജി, മൂത്ത മകൾ അക്ഷര. കുടുംബമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. കർത്താവ് അവർക്ക് ചെയ്ത, ഈ കുടുംബങ്ങൾക്കെല്ലാം കർത്താവ് ചെയ്ത നന്മകളെ ഇവിടെ പറയണം, എല്ലാവരും കാണുക, പറയണമെന്ന ആഗ്രഹത്തോടുകൂടി കുടുംബമായിരിക്കുന്നു. തൻ്റെ ഭാര്യ ഷിജി ചില നാളുകൾക്ക് മുമ്പ് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ തനിക്ക് കടുത്ത നടുവേദന അനുഭവപ്പെട്ടു. അതേ തുടർന്ന് എറണാകുളത്തുള്ള ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ തനിക്ക് MRI സ്കാനിന് വിധേയയാക്കി. അതിൽ ഡോക്ടർ റിപ്പോർട്ട് നോക്കിയിട്ട് ഇപ്രകാരമാണ് പറഞ്ഞത്, തൻ്റെ നട്ടലിൻ്റെ കണ്ണുകളുടെ ഇടയിൽ ഞരമ്പ് കയറിയിരിക്കുന്നത് കൊണ്ട്, അത് പ്രസ് ചെയ്യുന്നത് കൊണ്ടാണ് ആ വേദന വരുന്നത്. ഞരമ്പ് അവിടെ ഇരിക്കുന്നു, ഓപ്പറേഷനിലൂടെ മാത്രമാണ് അതെടുത്ത് ഇതിന് സൗഖ്യം കിട്ടുക എന്ന് പറഞ്ഞു. പക്ഷേ ഇവർക്ക് ആ ഓപ്പറേഷൻ ചെയ്യുവാനുള്ള ആ ഒരു സാഹചര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പക്ഷേ ചില ആളുകൾ പറഞ്ഞു ഇത് ആയുർവേദത്തിൽ പോയി തിരുമ്മിയാൽ ശരിയാകുമെന്ന് പറഞ്ഞിട്ട് ഈ സഹോദരി ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി താൻ ചെന്നു. അവിടെയും തന്നെ ഉടൻ അഡ്മിറ്റ് ചെയ്തു. കാരണം ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, വേദന സഹിച്ച് എന്തായാലും വീട്ടിൽ ഇരിക്കുന്നതിന് നല്ലത്, വേഗത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് പറഞ്ഞ് തന്നെ അഡ്മിറ്റ് ചെയ്തു. എന്നാൽ ഈ സഹോദരി ചില നാളുകളായിട്ട് ബ്ലെസ്സിംഗ് ടുഡേ എല്ലാ ദിവസവും കാണുമായിരുന്നു. താൻ കിടന്നിരുന്ന ആയുർവേദ ഹോസ്പിറ്റലിലും താൻ കിടന്ന റൂമിൽ TV ഉണ്ടായിരുന്നു. രാവിലെ TV പ്രോഗ്രാം കാണുന്ന സമയത്ത് ബ്രദർ ഡാമിയൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് സഹോദരി പറഞ്ഞത് തൻ്റെ പേരോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അന്ന് ആ TV പ്രോഗ്രാം കണ്ടപ്പോൾ ആ ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്ന ഈ മകൾ വിശ്വസിച്ചു, ഇന്നത്തെ ഈ പ്രാർത്ഥന എനിക്ക് വേണ്ടിയാണ്, എന്നെ യേശു സൗഖ്യമാക്കാൻ പോവുകയാണെന്ന് ഈ മകൾ വിശ്വസിച്ചു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കൊന്നും അനുഭവപ്പെട്ടില്ലെങ്കിലും ക്രമേണ തൻ്റെ വേദന മാറുവാൻ തുടങ്ങി. യഥാർത്ഥമായ ആയുർവേദ ചികിത്സ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ താൻ ഓടി നടന്നു നോക്കി, ചാടി നോക്കി, ഒരു കുഴപ്പവുമില്ല. കർത്താവ് പൂർണ്ണമായി, പിന്നീട് ഒരു ചികിത്സയും ഒരു മരുന്നും ഈ മകൾക്ക് വേണ്ടി വന്നിട്ടില്ല. പൂർണ്ണമായി സൗഖ്യമാക്കി താൻ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വന്നു. ഇത് ദൈവം തന്നെ നൽകിയ സൗഖ്യമാണെന്നുള്ളൊരു തെളിവും കൂടിയുണ്ട്. കാരണം ചില ആളുകൾ വിചാരിക്കും ഹോസ്പിറ്റലിൽ കിടന്ന് ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് അവർ ചെറുതായിട്ടൊന്ന് തിരുമയൊക്കെ ചെയ്യുമ്പോൾ മാറിയതായിരിക്കാമെന്ന് ചിന്തിക്കാം. കാരണം ഈ സഹോദരിക്ക് അതോടൊപ്പം തന്നെ 12 വർഷമായിട്ട് കഠിനമായ തലവേദന ഉണ്ടായിരുന്നു. 12 വർഷം. അത് ഈ സഹോദരി പറഞ്ഞത് 12 വർഷമായിട്ട് ഒരു ദിവസം പോലും താൻ ഗുളിക കഴിക്കാതിരുന്നിട്ടില്ല. 12 വർഷം മുടക്കമില്ലാതെ ഗുളിക കഴിച്ചു. ഇൻ കേസ് താൻ ഗുളിക കഴിക്കാൻ മറന്നുപോയാൽ 1 മണിക്കൂറിന് ഇച്ചിരി, കാരണം താൻ കഴിക്കുന്നൊരു സമയമുണ്ട് രാത്രിയിൽ, അല്പമൊന്ന് വൈകിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിനകത്ത് തന്നെ തനിക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നും, വൊമിറ്റ് ചെയ്യുകയും ഉറങ്ങാനൊന്നും സാധിക്കത്തില്ല. ആ വൊമിറ്റിംഗ് ടെൻഡൻസി വരുമ്പോൾ തന്നെ സഹോദരിക്ക് മനസ്സിലാവും ഗുളിക കഴിക്കാൻ മറന്നുപോയല്ലോ എന്ന്. അങ്ങനെയാണ് 12 വർഷമായി അങ്ങനെയാണ് തൻ്റെ ജീവിതശൈലി. എന്നാൽ ഈ രോഗസൗഖ്യം നടന്ന ദിവസം തന്നെ മകൾക്ക് തലവേദനയും മാറിപ്പോയി. അന്ന് മുതൽ താൻ ഗുളിക കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് ദൈവത്താൽ നടന്നൊരു തെളിവാണ്. എത്ര നാളായി സൗഖ്യം കിട്ടിയിട്ട്? എത്ര നാളായി? കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് മകൾക്ക് അഡ്മിറ്റ് ആയത്. അതെ, കഴിഞ്ഞ ഏപ്രിൽ 2013 ഏപ്രിൽ. അപ്പോൾ ഒരു വർഷത്തിൽ. യെസ്. എവിടെയാ സ്ഥലം? എവിടെയാ? മൂവാറ്റുപുഴ എന്ന് വരികയാണ്. ഓക്കെ. ഒരു വർഷം ഈ രോഗസൗഖ്യമായി ജീവിച്ചു നോക്കി. ഇതുവരെ രോഗം തിരിച്ചു വന്നിട്ടില്ല. 2 രോഗങ്ങൾ തിരിച്ചു വന്നിട്ടില്ല. എന്നിട്ടാണ് ഈ സാക്ഷ്യം പറയുന്നത്. ബ്ലെസ്സിംഗ് ടുഡേ ടെസ്റ്റിമണീസ് ആർ ക്വാളിറ്റി ടെസ്റ്റിമണീസ്. കൈകൾ ഉയർത്തി കർത്താവിന് നന്ദി പറയാം. കർത്താവ് ഈ കുടുംബത്തോട് ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഈ സാക്ഷ്യത്തിൻ്റെ ഈ സമയത്ത് തന്നെ ഒത്തിരി പേർ സൗഖ്യമാകുന്നുണ്ട്. ഒരുപക്ഷെ വീട്ടിലായിരിക്കാം, ഹോസ്പിറ്റലായിരിക്കാം. കൈകൾ ഉയർത്തി നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹം, അത്ഭുതം ഇപ്പോൾ സ്വീകരിക്കാൻ തുടങ്ങുക. യേശു കർത്താവിൻ്റെ നാമത്തിൽ കർത്താവെ, എല്ലാ രോഗികളുടെ മേലും രോഗസൗഖ്യം ഇപ്പോൾ പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്
കർത്താവെ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ബ്രദർ, ഇവരുടെ കുഞ്ഞുങ്ങൾക്കും ഒരു സാക്ഷ്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ കുടുംബാംഗങ്ങൾക്കും സാക്ഷ്യമുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ചെയ്ത കാര്യം, മൂത്ത മകൾ +2 പഠിച്ചുകൊണ്ടിരുന്നത്, ഇളയ കുട്ടി SSLC 10ാം ക്ലാസ്സിലായിരുന്നു. ഇവര് മൈ പ്രയർ ഡയറി ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. ഇവർ ചെയ്ത കാര്യം, ആ മൈ പ്രയർ ഡയറിയിൽ പ്രാർത്ഥനാ വിഷയം എഴുതുന്ന ആ ഭാഗത്ത് +2 പഠിക്കുന്ന മൂത്ത മകൾ അക്ഷയ ചെയ്തത്, എനിക്ക് +2 ഞാൻ 90% മാർക്കോടുകൂടി വിജയിച്ചിരിക്കുന്നു. അതായത് 90% മാർക്ക് കിട്ടുമെന്നല്ല, ലഭിക്കുമെന്നല്ല, കിട്ടിയെന്ന് പറഞ്ഞ് എഴുതി വെച്ചു. ഞാൻ അതെ, ഞാൻ പ്രത്യേകം എഴുതി, കിട്ടുമെന്നാണോ മോളെ, അല്ലെങ്കിൽ കിട്ടണമേ എന്നാണോ? അല്ല ബ്രദർ, കിട്ടും എന്ന് ഞാൻ എഴുതി വെച്ചത്. അതുപോലെ ഇളയ കുട്ടി അക്ഷര, ആ മകൾക്ക് 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും A+ കിട്ടി എന്ന് എഴുതി വെച്ചു. റിസൾട്ട് വന്നപ്പോൾ എന്താണോ അവർ എഴുതി വെച്ചത്, മൂത്ത മകൾക്ക് കൃത്യം 90%, ഇളയ മകൾക്ക് എല്ലാ വിഷയങ്ങളിലും A+ഓടുകൂടി ആ മകൾ പാസ്സായി. ബൈബിളിലും അങ്ങനെ തന്നെ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിച്ച വിഷയം ലഭിച്ചു, മറുപടി ലഭിച്ചു എന്ന് വെച്ച് സ്തോത്രം ചെയ്യുവാൻ. ആ കുഞ്ഞുങ്ങൾ ആ പ്രമാണ പ്രകാരമാണ് ചെയ്തത്. കൺഗ്രാറ്റുലേഷൻസ്. ഗോഡ് ബ്ലെസ് യു. ഈ സമയത്ത്, ഈ പ്രാർത്ഥനാ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൽ വിശ്വസിക്കുക, ഇത് എനിക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കിയ ദിവസമാണ്. ഇന്ന് ഞാൻ സൗഖ്യമാകും, ഇന്ന് എനിക്ക് വിടുതൽ ലഭിക്കും, ഇന്ന് ഞാനൊരു അത്ഭുതത്തെ സ്വീകരിക്കും. വലിയ കർത്താവെ, ഈ എപ്പിസോഡ് കാണുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരം വെച്ച് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. വിട്ടുമാറാത്ത തലവേദന യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. അതുപോലെ ബ്രെയിൻ ട്യൂമർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണുകൾ രണ്ടും എന്തോ ഒരു പ്രത്യേക രീതിയിൽ എപ്പോഴും വാട്ടറി ആയിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരികയും അതോടൊപ്പം ഇൻഫെക്ഷനൊക്കെ വരുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട്. ബ്രസ്റ്റിൽ ലംബുള്ള ചില സഹോദരിമാരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്ന മുഴകളും ലംബുകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കിഡ്നി സ്റ്റോൺസ് യേശുവിൻ്റെ നാമത്തിൽ ഡിസപ്പിയർ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. വിവിധ രീതിയിലുള്ള ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഇപ്പോൾ ഓരോ വ്യക്തികളിലും നടക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. അൽഫോൺസ എന്നു പേരുള്ള ഒരു സഹോദരി നട്ടലിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് ആ ഡിസ്കുകൾക്ക് തകരാറ് സംഭവിച്ചിട്ട് തീരെ താഴെയുമല്ല മുകളിലുമല്ല നടുഭാഗത്തായിട്ട് നട്ടലിന് തകരാറുള്ള അൽഫോൺസ, യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരി ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. വലിയൊരു സൗഖ്യം കർത്താവ് നീ കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതകരമായ കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. താങ്ക് യു ലോർഡ്. അതുപോലെ ബ്ലീഡിങ്, അനാവശ്യമായി ഭയങ്കരമായ ബ്ലീഡിങ് നിമിത്തം വളരെ പ്രയാസപ്പെടുന്ന ചില സഹോദരിമാരെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കുന്നുണ്ട്. വളരെ സഡനായി ആ ബ്ലീഡിങ് നിന്നു പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ തന്നെ യൂറിൻ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വല്ലാതെ പ്രയാസപ്പെടുന്ന ചിലരെ, അതിൽ പുരുഷന്മാരുമുണ്ട് സ്ത്രീകളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രശ്നം ഇപ്പോൾ മാറട്ടെ, വിടുതൽ ഉണ്ടാകട്ടെ. അതുപോലെ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, യേശുവിൻ്റെ നാമത്തിൽ ആ സന്ധിവാദം സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ ഈ വിടുതലുകൾ എല്ലാവരിലേക്കും കർത്താവെ അങ്ങ് പകർന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വളരെ പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെൻ്റാണ് ഇനി എനിക്ക് പറയാനുള്ളത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി വളരെ സ്പെഷ്യലായി തയ്യാറാക്കപ്പെട്ട വിന്നേഴ്സ് ഫാക്ടറി, വിജയികളുടെ ഉൽപാദനശാല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു പുസ്തകമാണിത്. അനേക വർഷങ്ങളുടെ ഒരു പഠനത്തിൻ്റെ ഫലമായി എഴുതപ്പെട്ട ഒരു പുസ്തകമാണിത്. വിദ്യാർത്ഥികൾ എങ്ങനെയാണ്
പഠിക്കേണ്ടതെന്നും ജീവിതത്തിൽ ഉയരേണ്ടതെന്നും പരീക്ഷയ്ക്ക് തയ്യാറേണ്ടതും ഇതൊക്കെ ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. വായിക്കുമ്പോൾ തന്നെ ഇത് ഭയങ്കരമായൊരു ഇൻസ്പിറേഷണൽ ബുക്കായതുകൊണ്ട് പഠനത്തിൽ നന്നായി ഉശിരോടെ മുന്നോട്ട് പോകാനുള്ള ഉത്സാഹം, ഊർജവും ഇതിൽ നിന്ന് അവർക്ക് ലഭിക്കും. ടീച്ചേഴ്സിനും അതുപോലെ മാതാപിതാക്കൾക്കും ഇത് വളരെ നല്ലതായിരിക്കും വായിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എല്ലാവർക്കും ഇത് കൊടുത്ത് സ്പെഷ്യൽ പീരീഡുകളായി ഒരു കോച്ചിങ് കൊടുത്താൽ ഭയങ്കരമായ റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ആ രീതിയിലാണ് അനേക വർഷങ്ങൾ ഞാൻ അധ്യാപകനായിരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പരിചയത്തിൻ്റെ കൂടെ പിൻബലത്തിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിച്ച് ഓഫീസ് ടൈമിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ച് അറിയാൻ കഴിയും. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. കൂടാതെ ഇന്ന് തന്നെ ഇങ്ങനൊരു പ്രോഗ്രാമിനെ കുറിച്ച് തിങ്കൾ മുതൽ വെള്ളി വരെ ഇതേ ചാനലിൽ ഇതേ സമയത്ത് ബ്ലെസ്സിങ് ടുഡേ എന്ന പ്രോഗ്രാം ഉണ്ടെന്നുള്ളത് ഇതുവരെ കേട്ടിട്ടില്ലാത്തവരോട് പറയുക. അതിൻ്റെ അനുഗ്രഹവും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. See you tomorrow. God bless you. Bye-bye. ബൈബിൾ ആനിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ലൂക്കോസ് 2-ാം അധ്യായത്തിൽ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന അരുളപ്പാട് ലഭിച്ചത് ആർക്ക്? Who got the revelation that he would not die before seeing the Lord Christ? Options: A. Simeon, B. Zachariah, C. Yohanan, D. Nathan. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.